പാർട്ട് 3. കെട്ടുകഥ. ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. എവിടുത്തെ രാജാവ്? രാജാവിൻ്റെ പേരെന്താണ്? തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ചോദിച്ചില്ല. കഥയുടെ രസച്ചരട് മുറിഞ്ഞാലോ? രാജാവിൻ്റെ പേരെന്തായാലെന്താ? സ്ഥലം ഏതായാലെന്താ? 7ഉം 8ഉം വയസ്സുള്ള ഞങ്ങൾക്ക് ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു എന്ന് കേട്ടാൽ മതി. തുടർന്ന് കേൾക്കാനുള്ള കൗതുകം വർദ്ധിക്കുന്നു. കണ്ണും കാതും വിടരുന്നു. ഇന്നത്തെ വായനക്കാർ അങ്ങനെയല്ല. കഥ തുടങ്ങുമ്പോൾ തന്നെ കള്ളക്കഥ പറയാൻ പോകുന്നു എന്നവർ വിചാരിക്കുന്നു. അവർ ചോദിക്കുന്നു, ആരായിരുന്നു ആ രാജാവ്? എഴുത്തുകാരനും ഉടനെ ബുദ്ധിമാനായി മാറുന്നു. പേര് അജാതശത്രു. ഏത് അജാതശത്രു? അജാതശത്രുക്കൾ 3 പേരുണ്ടായിരുന്നു. ഇങ്ങനെ പോകും. വായനക്കാരൻ വിചാരിക്കുന്നു, എന്തൊരു പാണ്ഡിത്യം! ഇങ്ങനെ ഒരാളിനെ വിശ്വസിക്കാതിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കരുത്, എന്നാൽ ഞാൻ അധികം കള്ളം പറയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇതറിയാവുന്നതുകൊണ്ട് കുട്ടികൾ അധികം ചോദിക്കില്ല. കെട്ടുകഥകളിലെ കള്ളം നിർമ്മലമാണ്, മനോഹരമാണ്. നേരെ മറിച്ച് ഇക്കാലത്തെ കള്ളം നല്ല മൂടുപടം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് വരവ്. കുട്ടികളുടെ മനസ്സ് ആകാശം പോലെ തുറന്നു കിടക്കുന്നതാണ്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഭയങ്കരമായ കാറ്റും മഴയും തുടങ്ങി. കൽക്കത്ത പട്ടണം മുഴുവൻ വെള്ളത്തിനടിയിലായതുപോലെ. ഈ പെരുമഴയത്ത് ട്യൂഷൻ മാസ്റ്റർ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. വരേണ്ട സമയമായി. വരാന്തയിലിരുന്ന് വഴിയിലേക്ക് നോക്കി. ദൈവമേ, മഴ തോരാതിരിക്കണേ. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ എന്നറിയില്ല, മഴ പെയ്തുകൊണ്ടേയിരുന്നു. കാറ്റും മഴയുമൊന്നും അദ്ദേഹത്തിന് സാരമില്ല. ഇടവഴിയിലൂടെ അങ്ങേയറ്റത്തുകൂടി ആ ശീലക്കുട പൊങ്ങിയും താണും നീങ്ങി നീങ്ങി വരുന്നു. എൻ്റെ നെഞ്ചെടുപ്പ് നിലച്ചതുപോലെയായി. ഞാൻ വരാന്തയിൽ നിന്ന് എഴുന്നേറ്റ് നാലുകെട്ടിലേക്ക് ഒരു ഓട്ടം. അമ്മ അവിടെ മുത്തശ്ശിയുമായി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്ത് ചെന്ന് ഞാൻ തറയിൽ കമഴ്ന്നു കിടന്നു. എന്താ നീ കിടക്കുന്നത്? അമ്മ ചോദിച്ചു. എനിക്ക് വയ്യ, ഞാനിന്ന് പഠിക്കാൻ പോകുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മ വേലക്കാരനെ വിളിച്ചു. രവിക്ക് സുഖമില്ല, മാസ്റ്ററോട് പറയൂ, അവനെ ഇന്ന് പഠിപ്പിക്കണ്ട. അമ്മ പിന്നീടൊന്നും എന്നോട് ചോദിച്ചില്ല. അസുഖത്തിൻ്റെ പൊള്ളത്തരം ഓർത്ത് അകമേ ചിരിക്കുകയായിരിക്കും. എനിക്കും സന്തോഷമായി. ഇങ്ങനെയുള്ള ഉണ്ടാക്കിയ അസുഖങ്ങൾ അധികനേരം സൂക്ഷിച്ചു വെക്കാൻ പ്രയാസമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 നിമിഷം കഴിഞ്ഞതേയുള്ളൂ. ഞാൻ മുത്തശ്ശിയെ പിടികൂടി. ഒരു കഥ പറഞ്ഞു തരൂ. മുത്തശ്ശിയുടെ കൈ പിടിച്ചു വലിച്ച് ഞാൻ കട്ടിലിൽ കൊണ്ടിരുത്തി. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വീഴുന്ന ശബ്ദം നല്ല പോലെ കേൾക്കാം. മുത്തശ്ശി പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ പറയാൻ തുടങ്ങി. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഒരു രാജ്ഞിയുണ്ടായിരുന്നു. ഹാവു, രക്ഷപ്പെട്ടു. രാജാവിന് ഒരു രാജ്ഞിയേ ഉള്ളൂ. 2 പേരുണ്ടെങ്കിൽ 1ാമത്തെ രാജ്ഞിക്ക് എന്നും വിഷമം തന്നെയായിരിക്കും. ആൺകുഞ്ഞില്ലാത്തതുകൊണ്ട് ദുഃഖിതനായ രാജാവ് തപസ് ചെയ്യുന്നതിന് കാട്ടിലേക്ക് പോയി. എനിക്ക് സങ്കടം തോന്നിയില്ല. പുത്രനുണ്ടാകാതിരുന്നാൽ ദുഃഖമുണ്ടാകുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. വനത്തിലേക്ക് ഒളിച്ചോടിപ്പോകൽ ട്യൂഷൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമായേ ഞാൻ കണ്ടുള്ളൂ. രാജ്ഞിയെയും കൊച്ചു രാജകുമാരിയെയും കൊട്ടാരത്തിൽ വിട്ടിട്ടാണ് രാജാവ് തപസ് ചെയ്യാൻ പോയത്. തപസ് തുടങ്ങി. 1, 2, 3, 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു തവണ പോലും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നില്ല. രാജകുമാരിക്ക് 18 വയസ്സായി. വിവാഹപ്രായമായി. എൻ്റെ മകൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. എന്തു മഹാപാപമാണ് ഈശ്വര ഞാൻ ചെയ്തത്, രാജ്ഞി വിചാരിച്ചു. അവർക്ക് ഊണും ഉറക്കവും ഇല്ലാതായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ അടുത്തേക്ക് രാജ്ഞി ഒരു ദൂതനെ വിട്ടു. വേറൊന്നും വേണ്ട, ഒരു ദിവസം അദ്ദേഹം കൊട്ടാരത്തിലൊന്ന് വന്നിട്ട് പോയാൽ മതി. രാജാവ് സമ്മതിച്ചു. അന്നേ ദിവസം രാജ്ഞി 64 വിഭവങ്ങൾ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി.
വെള്ളിക്കിണ്ണങ്ങളിൽ കുടിക്കാനുള്ളവ നിറച്ചു വെച്ചു. ഇരിക്കാൻ പ്രത്യേക പീഠമൊരുക്കി വെച്ചു. രാജാവ് എഴുന്നള്ളി. രാമച്ച വിശറുകൊണ്ട് വീശിക്കൊണ്ട് രാജകുമാരി അടുത്തു തന്നെ നിന്നു. രാജകുമാരിയുടെ സൗന്ദര്യം നാലുപാടും പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. 12 വർഷത്തിന് ശേഷമാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് വരുന്നത്. അമൃതയത്തിനിരുന്ന രാജാവ് രാജകുമാരിയെ തന്നെ നോക്കിക്കൊണ്ട് അല്പനേരം അങ്ങനെ ഇരുന്നു. എന്നിട്ട് രാജ്ഞിയോട് ചോദിച്ചു, പ്രകാശം വിതറി നിൽക്കുന്ന ഈ ലക്ഷ്മി ദേവി ആരുടെ മകളാണ്? ഇവളെ അങ്ങയ്ക്ക് അറിഞ്ഞുകൂടെന്നോ? ശിവ ശിവ, അങ്ങയുടെ പുത്രിയല്ലേ ഇത്? എൻ്റെ കൊച്ചുമോൾ ഇത്രയ്ക്ക് വളർന്നു കഴിഞ്ഞോ? അങ്ങിവിടെ നിന്നും പോയിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കുമാരിയുടെ വിവാഹം? രാജാവ് ചോദിച്ചു. അങ്ങിവിടെ വരാറില്ല. ആരാണ് പിന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്? രാജാവ് അസ്വസ്ഥനായി. അദ്ദേഹം പറഞ്ഞു, നാളെ കൊട്ടാരവാതിൽക്കൽ ആരുടെ മുഖമാണോ ഞാൻ ആദ്യം കാണുന്നത്, അവനായിരിക്കും രാജകുമാരിയുടെ വരൻ. പിറ്റേന്ന് രാവിലെ രാജാവ് കണ്ടത് ഒരു ബ്രാഹ്മണ കുമാരൻ വിറകു പെറുക്കുന്നതാണ്. 8 വയസ്സായി കാണും. രാജാജ്ഞ ലംഘിക്കാൻ കഴിയില്ലല്ലോ. സുന്ദരിയായ രാജകുമാരിയെ അന്ന് തന്നെ ആ ബ്രാഹ്മണകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. ഞാൻ ഒന്നുകൂടി മുത്തശ്ശിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പിന്നെ ആ ബ്രാഹ്മണ ബാലൻ ഞാനായിരുന്നെങ്കിൽ മഴ അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സ് ഒരു സ്വപ്നം കാണുകയായിരുന്നു അപ്പോൾ. ഒരു ദിവസം രാവിലെ കൊട്ടാരവാതിക്കൽ നിന്ന് ഞാൻ വിറകു പെറുക്കുകയായിരുന്നു. രാജാവ് എന്നെ വിളിപ്പിച്ചു. വിവാഹ മണ്ഡപത്തിലിരുത്തി. ഇടതുഭാഗത്ത് അതിസുന്ദരിയായ ഒരു രാജകുമാരി. ഞങ്ങൾ മാലയിട്ടു. രാജകുമാരി നെറ്റിയിലും നെറുകയിലും കുങ്കുമം തൊട്ടിരുന്നു. കഴുത്തിൽ വജ്രമാല, കിലുങ്ങുന്ന വളകൾ, ചുവപ്പിച്ച കാലുകളിൽ ചിലമ്പുകൾ. ഇന്നത്തെ പണ്ഡിതന്മാരുടെ അടുത്ത് ഈ കഥ പറഞ്ഞാൽ 1000 ചോദ്യങ്ങൾ വരും. 12 കൊല്ലം എന്തിനാണ് രാജാവ് കാട്ടിൽ താമസിച്ചത്? യുവതിയും സുന്ദരിയുമായ രാജകുമാരിയെ 8 വയസ്സുകാരന് വിവാഹം ചെയ്തു കൊടുക്കുകയോ? ഇതൊക്കെ നടക്കാത്ത കെട്ടുകഥ എന്നാവും ഇന്നത്തെ വായനക്കാർ പറയുക. അവർ മുത്തശ്ശിയുടെ ചെറുമക്കളായിരുന്നെങ്കിൽ മിണ്ടാതിരുന്ന് കഥ മുഴുവൻ കേൾക്കുമായിരുന്നു. കഥാരസം നുണച്ചുകൊണ്ട് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, പിന്നെ? വിവാഹത്തിന് ശേഷം രാജകുമാരി ബ്രാഹ്മണ ബാലനുമായി ദൂരെ ഏതോ ഒരു നാട്ടിലെത്തി. അവിടെ ഒരു മാളിക പണിയിച്ച് താമസമാക്കി. ബ്രാഹ്മണ ബാലനെ പഠിപ്പിച്ച് വലിയവനാക്കണം. അതായിരുന്നു രാജകുമാരിയുടെ ആഗ്രഹം. എന്നിട്ട് ഞാൻ മുത്തശ്ശിയോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ആ ബാലൻ വിദ്യാലയത്തിൽ ചേർന്നു. 4-5 കൊല്ലം കഴിഞ്ഞു കാണും. അപ്പോൾ കൂട്ടുകാരിൽ ചിലർ ചോദിച്ചു, നിന്റെ കൂടെ താമസിക്കുന്ന ആ സുന്ദരി ആരാണ്? പഴയ കാര്യങ്ങൾ മുഴുവനായി അവൻ ഓർക്കാൻ കഴിഞ്ഞില്ല. 5-6 വർഷം പിന്നെയും കഴിഞ്ഞു. പഠനം നടക്കുകയാണ്. ബാലൻ ഇപ്പോൾ യുവാവായിരിക്കുന്നു. പുതിയ കൂട്ടുകാരും അവനോട് ചോദിച്ചു, നീ ആ സുന്ദരിയുടെ ആരാണ്? ഒരു ദിവസം അവൻ രാജകുമാരിയോട് ഇക്കാര്യം ചോദിച്ചു. പിന്നീടൊരു ദിവസം പറഞ്ഞു തരാം, രാജകുമാരി പറഞ്ഞു. അവൻ ചോദ്യം ദിവസം തോറും ആവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീടൊരു ദിവസം ആകട്ടെ, നാളെ തീർച്ചയായും പറയാം എന്നിങ്ങനെ രാജകുമാരിയും തുടർന്നു. പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ മാളികയിൽ നിന്നും താമസം മാറ്റുമെന്ന് ഒടുവിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി അത്താഴം കഴിയട്ടെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ തീർച്ചയായും പറഞ്ഞു തരാം, രാജകുമാരി പറഞ്ഞു. നേരം വേഗം ഇരുട്ടുന്നതിന് വേണ്ടി അയാൾ പ്രാർത്ഥിച്ചു. രാജകുമാരി പട്ടുമെത്ത വിരിച്ച് പൂക്കൾ വിതറിയിട്ടു. സാരിയുടുത്ത് ഒരുങ്ങിയിരുന്നു. ഇന്ന് രാത്രി ഈ സുന്ദരി ആരാണെന്ന് എനിക്കറിയാൻ കഴിയും. മെത്തയിൽ കിടന്നുകൊണ്ട് യുവാവ് വിചാരിച്ചു. രാജകുമാരി മുറിയിലേക്ക് കടന്നു. അപ്പോൾ പാമ്പുകടിയേറ്റ് മരിച്ചു കിടക്കുന്ന യുവാവിനെയാണ് കണ്ടത്. ദേഹം മുഴുവൻ കരിവാളിച്ചിരിക്കുന്നു. പൂക്കളുടെ ഇടയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. ഞാൻ തൊണ്ട ഇടറിക്കൊണ്ട് മുത്തശ്ശിയോട് ചോദിച്ചു, പിന്നെ? ഇനി കഥ തുടർന്നിട്ട് എന്ത് പ്രയോജനം? നായകൻ പാമ്പുകടിയേറ്റ് മരിച്ചിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും ഒരു പിന്നെയുണ്ടെന്ന് അന്നത്തെ കുട്ടികൾക്കാർക്കും അറിഞ്ഞുകൂടാ. ട്യൂഷൻ മാസ്റ്ററുടെ ഉപദ്രവത്തിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിച്ച കുട്ടിയെ രസിപ്പിച്ച കഥ പെട്ടെന്ന് തീർന്നു പോകുമെന്ന്
ആര് കരുതും? അതുകൊണ്ട് മുത്തശ്ശിക്ക് കഥയെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് വളരെ എളുപ്പം സാധിച്ചു. വാഴത്തട കൊണ്ട് ഒരു ചെങ്ങാടമുണ്ടാക്കി. ശവശരീരം അതിൽ കിടത്തി. മന്ത്രം ചൊല്ലാൻ ഒരു മന്ത്രവാദിയെയും ഏർപ്പാടാക്കി. നല്ല ഒരു ഉറക്കത്തിൻ്റെ തോന്നലേ മരണത്തെപ്പറ്റി കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. മഴ അപ്പോഴും മാറിയിട്ടില്ല. വിളക്കിലെ എണ്ണയും തീർന്നിരിക്കുന്നു. കഥ അവസാനിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. കഥയുടെ ബാക്കി കേൾക്കാൻ കാത്തിരിക്കുന്ന കുട്ടിയെ ഉറക്കം മയക്കിയിരുന്നു. പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.